നമുക്ക് അടുത്ത പാർട്ടിലേക്ക് കിടക്കാം. ഹിസ്റ്ററിസിസ്. ഹിസ്റ്ററിസിസ് എന്ന് പറയുന്നത് which gives the way of magnetization and demagnetization of magnetic material. Demagnetization of magnetic material. Demagnetization of magnetic material. So hysteresis gives the way of magnetization and demagnetization of magnetic material. ഒരു മാഗ്നറ്റിക് മെറ്റീരിയൽ മാഗ്നറ്റൈസ് ചെയ്യുക, ഡീമാഗ്നറ്റൈസ് ചെയ്യുക. അതിനാണ് അതിൻ്റെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ വരഞ്ഞാൽ വളരെ പെട്ടെന്ന് ഓടും. ഞാൻ എക്സ് ആക്സിസിൽ എച്ചും വൈ ആക്സിസിൽ ഇൻറ്റൻസിറ്റി ഓഫ് മാഗ്നറ്റൈസേഷൻ അല്ലെങ്കിൽ ബിയും കൊടുക്കുക, രണ്ടായാലും കുഴപ്പമില്ല. ഇൻറ്റൻസിറ്റി ഓഫ് മാഗ്നറ്റൈസേഷനോ മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്തോ കൊടുക്കാവുന്നതാണ്. സോ അതിൻ്റെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത് ഇങ്ങനെയാണ് വരിക. ഇതാണ് ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിനൊരു വേറൊരു എക്സാമ്പിൾ പറഞ്ഞാൽ വളരെ പെട്ടെന്ന് മനസ്സിലാവും. ഇപ്പോൾ ഞാൻ നേരത്തെ ക്ലാസ് തുടങ്ങിയ സമയത്ത് പറഞ്ഞിരുന്നു, അതായത് നിങ്ങൾക്ക് ആരെങ്കിലും റിലേറ്റീവ്സോ അല്ലെങ്കിൽ ജ്യേഷ്ഠനോ ചേച്ചിയോ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ പഠിക്കാൻ വേണ്ടി നമ്മളുടെ ജില്ല വിട്ട് നമ്മളുടെ തൊട്ടടുത്തുള്ള ജില്ലകളിൽ ഏതെങ്കിലും പോയി കഴിഞ്ഞാൽ അവർ തിരിച്ചു വരുന്ന സമയത്ത് അവരുടെ ലാംഗ്വേജ് എൻറ്റയർലി ചേഞ്ച് ചെയ്തിട്ടുണ്ടാവും. നമുക്ക് തന്നെ ഒരു രസമാണ് അവർ സംസാരിക്കുമ്പോൾ. ഇപ്പോൾ ഭക്ഷണം കഴിക്കാനൊക്കെ ഇരിക്കുമ്പോൾ അവർ ചോദിക്കും, നമുക്ക് ഭക്ഷണം കഴിക്കുമല്ലേ? നമ്മൾ നേരെ തിരിച്ച് നമ്മളുടെ ലാംഗ്വേജ് പറയുന്ന സമയത്ത് നീ എന്തുവാടാ ചെയ്യുന്നേ എന്നൊക്കെ ചോദിച്ച് അവരുടെ ലാംഗ്വേജ് എൻറ്റയർലി ഡിഫറെൻ്റ് ആയിരിക്കും. അതിനുള്ള റീസൺ ഒന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ ഈ ഹിസ്റ്ററിസിസ് പെട്ടെന്ന് മനസ്സിലാവും. അവർ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ എറണാകുളം ഭാഗത്താണ് പഠിക്കുന്നതെങ്കിൽ എറണാകുളത്ത് എത്തിക്കഴിഞ്ഞാൽ അവർക്ക് ചുറ്റുഭാഗത്തുള്ള എല്ലാ ലാംഗ്വേജും ഇവിടുത്തെ ലാംഗ്വേജുമായി എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. സ്വാഭാവികമായിട്ടും അവരെന്ത് ചെയ്യും, അവിടെ കുറച്ച് കാലം കഴിയുമ്പോൾ ആ ലാംഗ്വേജ് അറ്റൈൻ ചെയ്യും. ആ ലാംഗ്വേജ് അറ്റൈൻ ചെയ്ത് കഴിഞ്ഞാൽ മാക്സിമം അറ്റൈൻ ചെയ്ത് തിരിച്ച് നമ്മളുടെ നാട്ടിലെത്തിക്കഴിഞ്ഞാൽ കുറച്ച് ദിവസം ഇവിടെ നിന്ന് കഴിഞ്ഞാൽ കുറേയൊക്കെ അവരുടെ ആ ലാംഗ്വേജ് ചേഞ്ച് ചെയ്യും. പക്ഷെ എന്നാലും ഇടയ്ക്കിടയ്ക്ക് ഒരു ലാംഗ്വേജ് അവിടെ ഉണ്ടാവും. എന്നാൽ കുറച്ചു കാലം അവരിവിടെ ഒരു മാസം ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമ്മളെ കൂടെ നിന്ന് കഴിഞ്ഞാൽ നമ്മളുടെ പഴയ ലാംഗ്വേജ് അതേപോലെ എന്ത് ചെയ്യും, അവർ അറ്റൈൻ ചെയ്യും. അതാണ് അതേപോലെ മാഗ്നറ്റിക് ഫീൽഡിൽ വെച്ച് കഴിഞ്ഞാൽ അത് മാഗ്നറ്റൈസ് ചെയ്യും. എന്നാൽ ആ മാഗ്നറ്റിക് ഫീൽഡിൽ നിന്ന് പുറത്തെടുത്ത് കഴിഞ്ഞാൽ അത് സാവധാനത്തിൽ മാഗ്നറ്റൈസേഷൻ പ്രോപ്പർട്ടി കുറഞ്ഞു വരും. ആ ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ആണ് ഇവിടെ വരച്ചേക്കുന്നത്. ആദ്യം രണ്ടിൻ്റെയും മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത് 0 ആണ്. അതായത് അപ്ലൈ ഇത് ഫീൽഡാണ്. എച്ച് എന്ന് പറയുന്നത് ഫീൽഡുമായി റിലേറ്റ് ചെയ്തതും ഐ എന്ന് പറയുന്നത് മെറ്റീരിയലുമായി റിലേറ്റ് ചെയ്തതുമാണ് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. അപ്പോൾ രണ്ടിൻ്റെയും വാല്യൂ 0 ആണ്. ഫീൽഡ് 0 ആകുമ്പോൾ ഐ 0 ആണ്. എച്ച് കൂട്ടുന്നതിനനുസരിച്ച് ഐയുടെ വാല്യൂ കൂടി മാക്സിമം സാച്ചുറേഷൻ ലെവൽ അറ്റൈൻ ചെയ്തു. നമ്മൾ എറണാകുളത്ത് പോയി, നമ്മളുടെ ആരെങ്കിലും എറണാകുളത്ത് പോയാൽ സാച്ചുറേഷൻ മാക്സിമം അവർ അറ്റൈൻ ചെയ്തു. ഇനി ഫീൽഡ് ചെറുതായിട്ട് കുറക്കാം. ഇവിടെ എത്തിയപ്പോൾ സാച്ചുറേഷൻ ലെവൽ എത്തി. ഇനി റിവേഴ്സ് ഡയറക്ഷനിൽ വരാം, മാക്സിമം ആയി. എന്നിട്ട് ഫീൽഡ് കുറച്ച് 0 ആക്കിയപ്പോൾ ഇവിടെയുള്ള ആ ഒരു മാഗ്നറ്റിക് മെറ്റീരിയലിലുള്ള മാഗ്നറ്റിക് പ്രോപ്പർട്ടി 0 ആയോ? മാഗ്നറ്റിക് പ്രോപ്പർട്ടി 0 ആയിരുന്നു, ഫീൽഡ് 0 ആയപ്പോൾ ഫീൽഡ് കൂട്ടുന്നതിനനുസരിച്ച് എന്ത് ചെയ്തു, മെറ്റീരിയലിൻ്റെ പ്രോപ്പർട്ടി കൂടി വന്നു. ഫീൽഡ് കുറക്കുന്നതിനനുസരിച്ച് മെറ്റീരിയലിൻ്റെ പ്രോപ്പർട്ടി കുറഞ്ഞ് 0 ആയില്ല. ഒരു പെർട്ടിക്കുലർ വാല്യൂ അവിടെ നിലനിൽക്കുന്നുണ്ട്. ആ ഒരു പ്രോപ്പർട്ടിക്കാണ് റീടെൻറ്റിവിറ്റി ഓർ റെമനൻസ് എന്ന് പറയും. റെമനൻസ് എന്ന് പറയും. അതായത് റീടെൻറ്റിവിറ്റി ഓർ റെമനൻസ് ഈസ് ദ പ്രോസസ് ഓഫ് sustaining of intensity of magnetization
സസ്റ്റൈനിങ് എന്ന് പറഞ്ഞാൽ നിലനിൽക്കുക. സസ്റ്റൈനിങ് ഓഫ് ഇൻറ്റൻസിറ്റി ഓഫ് മാഗ്നറ്റൈസേഷൻ ആഫ്റ്റർ ദ റിമൂവൽ ഓഫ് മാഗ്നറ്റൈസിങ് ഫോഴ്സ്. ആഫ്റ്റർ ദ റിമൂവൽ ഓഫ് മാഗ്നറ്റൈസിങ് ഫോഴ്സ്, അതായത് എറണാകുളത്തുള്ള ആ ആളുകളുടെ ചുറ്റുഭാഗത്തുള്ള നമ്മളുടെ ആ ഒരു സറൗണ്ടിങ് വിട്ട് കഴിഞ്ഞ് നമ്മളുടെ വീട്ടിലെത്തുന്ന നമ്മളുടെ റിലേറ്റീവ് ആ ഫീൽഡ് പോയി കഴിഞ്ഞാൽ കുറച്ച് സംസാരത്തിലുള്ള അവരുടെ ലാംഗ്വേജിലുള്ള ചേഞ്ച് അവിടെ നിലനിൽക്കും. അതുപോലെ ഫീൽഡ് സീറോ ആക്കിയാലും, ആദ്യം ഫീൽഡ് കൊടുത്തപ്പോൾ മാക്സിമം ആ മെറ്റീരിയൽ മാഗ്നറ്റൈസ് ചെയ്തു. ദെൻ ഫീൽഡ് സാവധാനത്തിൽ കുറച്ച് ഫീൽഡ് സീറോ ആക്കിയപ്പോൾ അവിടെ പോയി തിരിച്ച് ഇവിടെ എത്തിയപ്പോഴും അതിലൊരു പെർട്ടിക്കുലർ മാഗ്നറ്റിക് പ്രോപ്പർട്ടി നിലനിൽക്കുന്നുണ്ട്. ആ ഒരു പ്രോസസ്സിനാണ് ഇത് പറയുന്നത് റീടെൻറ്റിവിറ്റി ഓർ റെമനൻസ്. സോ റീടെൻറ്റിവിറ്റി ഓർ റെമനൻസ് ക്യാൻ ബി റെപ്രസെൻറ്റഡ് ബൈ ദിസ് ലൈൻ. ഇവിടെയുള്ള ഈ ഒരു ലൈന് കൊണ്ടാണ് ഗ്രാഫിൽ എന്ത് കാണിക്കുക? റീടെൻറ്റിവിറ്റി ഓർ റെമനൻസ്. അപ്പൊ എന്തായിരുന്നു റീടെൻറ്റിവിറ്റി ഓർ റെമനൻസ് എന്ന് പറയുന്നത്? റീടെൻറ്റിവിറ്റി ഓർ റെമനൻസ് ഈസ് ദ പ്രോപ്പർട്ടി പ്രോസസ് ഓഫ് സസ്റ്റൈനിങ് ഓഫ് ഇന്റൻസിറ്റി ഓഫ് മാഗ്നറ്റൈസേഷൻ ആഫ്റ്റർ ദ റിമൂവൽ ഓഫ് മാഗ്നറ്റൈസിങ് ഫോഴ്സ്. ഒന്നും കൂടി പറയാം. റീടെൻറ്റിവിറ്റി ഓർ റെമനൻസ് ഈസ് ദ പ്രോസസ് ഓഫ് sustaining of magnetizing force, sustaining of intensity of magnetization after the removal of മാഗ്നറ്റൈസിങ് ഫോഴ്സ്. ഇനി വീണ്ടും ഞാൻ റിവേഴ്സ് ഡിറക്ഷനിൽ എച്ച് കൊടുക്കാം. ഇത് പോസിറ്റീവ് ഡിറക്ഷനില്ല, റിവേഴ്സ് ഡിറക്ഷനിൽ എച്ച് കൊടുക്കുമ്പോൾ മാഗ്നറ്റൈസിങ് ഫോഴ്സ് ഇന്റൻസിറ്റി ഓഫ് മാഗ്നറ്റൈസേഷൻ കുറഞ്ഞ് സീറോ ആയി. കണ്ടോ, ഇവിടെ സീറോ ആയി. എച്ച് ഇവിടെ എത്തിയപ്പോൾ മൈനസ് എച്ച് ഇവിടെ എത്തിയപ്പോൾ അവിടെയുള്ള ഐയുടെ വാല്യൂ സീറോ ആയി. ആ എച്ചിന്റെ വാല്യൂവിനാണ് എന്ത് പറയുന്നത്? കോസിവിറ്റി എന്ന് പറയാം. കോസിവിറ്റി എന്ന് പറയാം. സോ കോസിവിറ്റി. അപ്പൊ എന്താ കോസിവിറ്റി എന്ന് പറയുന്നത്? കോസിവിറ്റി ഈസ് ദ amount of reverse magnetizing force, amount of reverse magnetizing force at which intensity of magnetization is zero. എന്താ കോസിവിറ്റി എന്ന് പറയുന്നത്? കോസിവിറ്റി ഈസ് ദ amount of reverse magnetizing force at which intensity of magnetization is zero. ഒന്നും കൂടി പറയാം. ഇവിടെ എച്ച് ഈ ഡിറക്ഷനിൽ പോരുമ്പോൾ ഐ സീറോ ആവുന്നുണ്ട്. ഐ സീറോ ആവാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന റിവേഴ്സ് ഡിറക്ഷനിലുള്ള മാഗ്നറ്റൈസിങ് ഫോഴ്സ് എത്രയാണോ അതിനെയാണ് കോസിവിറ്റി എന്ന് പറയാം. അപ്പൊ എന്താ കോസിവിറ്റി എന്ന് പറയുന്നത്? കോസിവിറ്റി ഈസ് ദ എമൗണ്ട് ഓഫ് റിവേഴ്സ് മാഗ്നറ്റൈസിങ് ഫോഴ്സ് അറ്റ് വിച്ച് intensity of magnetization is zero. അപ്പൊ എന്തായിരുന്നു? Hysteresis gives the way of magnetization and demagnetization of magnetic material. ഇത് demagnetization ആണ്. demagnetization ആണ്. ഇതെന്ന് പറയുന്നത് ഇത് രണ്ടും ഇതും മാഗ്നറ്റൈസേഷൻ ആണ്. മാഗ്നറ്റൈസേഷൻ ആണ്. സോ ഈ ഗ്രാഫ് വരയാൻ ചോദിക്കും. ഗ്രാഫിൽ ഏതാ കോസിവിറ്റി എന്ന് പറയുന്നത്? ഇത്രയും പാർട്ടാണ് കോസിവിറ്റി എന്ന് പറയുന്നത്. ഇത് റീടെൻറ്റിവിറ്റി ആണ്, ഇത് കോസിവിറ്റി ആണ്. നെഗറ്റീവ് ആയിട്ട് എക്സ് ഡിറക്ഷനിലുള്ളത് കോസിവിറ്റിയും പോസിറ്റീവ് എക്സ് ഡിറക്ഷനിലുള്ളത് റീടെൻറ്റിവിറ്റിയും ആണ്. അപ്പൊ എന്തായിരുന്നു റീടെൻറ്റിവിറ്റി എന്ന് പറയുന്നത്? റീടെൻറ്റിവിറ്റി ഈസ് ദ പ്രോസസ് ഓഫ് സസ്റ്റൈനിങ് ഓഫ് ഇന്റൻസിറ്റി ഓഫ് മാഗ്നറ്റൈസേഷൻ ആഫ്റ്റർ ദ റിമൂവൽ ഓഫ് മാഗ്നറ്റൈസിങ് ഫോഴ്സ്. എന്താ കോസിവിറ്റി എന്ന് പറയുന്നത്? കോസിവിറ്റി ഈസ് ദ എമൗണ്ട് ഓഫ് റിവേഴ്സ് മാഗ്നറ്റൈസിങ് ഫോഴ്സ് അറ്റ് വിച്ച് ഇന്റൻസിറ്റി ഓഫ് മാഗ്നറ്റൈസേഷൻ ഈസ് സീറോ. അടുത്തത് പറയുന്നത് ഹിസ്റ്ററിസിന്റെ ഡെഫിനിഷൻ ആണ്. ഹിസ്റ്ററിസിസ് ഈസ് ദ lagging of I behind H. Hysteresis is the lagging of I behind H, lagging of I behind H എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആട്ടോ ഇത്. ലാഗിങ് ഓഫ് ഐ ബിഹൈൻഡ് എച്ച് എന്ന് പറഞ്ഞാൽ രണ്ടും ഒരുമിച്ച് സ്റ്റാർട്ട് ചെയ്തതാണ്. ഐയും എച്ചും സീറോ ആയിരുന്നു, ഐയും എച്ചും കൂട്ടി വന്നു. ഐ
എച്ച് കുറച്ചപ്പോൾ ഐ കുറഞ്ഞു വന്നു. പക്ഷേ എച്ച് 0 ആയപ്പോൾ ഐ എന്തായിട്ടില്ല, 0 ആയിട്ട്. അതാ പറഞ്ഞ ലാഗിങ് ഓഫ് ഐ ബിഹൈൻഡ് എച്ച്, ലാഗിങ് ഓഫ് ഐ, ലാഗിങ് ഓഫ് ഇന്റൻസിറ്റി ഓഫ് മാഗ്നറ്റൈസേഷൻ ബിഹൈൻഡ് മാഗ്നറ്റൈസിങ് ഫോഴ്സ്. ഇത്രയാണ് ഹിസ്റ്ററിസിസിലുള്ളത്. അപ്പൊ എന്താ ഹിസ്റ്ററിസിസ് എന്ന് പറയുന്നത്? ഹിസ്റ്ററിസിസ് ഗിവ്സ് ദ വേ ഓഫ് മാഗ്നറ്റൈസേഷൻ ആൻഡ് ഡീമാഗ്നറ്റൈസേഷൻ ഓഫ് മാഗ്നറ്റിക് മെറ്റീരിയൽ. ഗ്രാഫ് വരഞ്ഞു, ഗ്രാഫ് വരയാൻ പഠിക്കണം, ദെൻ ഓർത്ത് വെക്കണം. പല ആളുകൾക്ക് പല ഷേപ്പൊക്കെ തോന്നാം. ദെൻ ചില ആളുകൾക്ക് ഇലയുടെ ഇതായിട്ട് തോന്നാം, ചില ആളുകൾക്ക് ചെറിയ മനസ്സൊക്കെ ഉള്ള ആളുകൾക്ക് എന്താ ഡോറ ബുജിയിൽ കുറുനരിയുടെ വാലൊക്കെ ആയിട്ട് തോന്നാം. എന്താ നിങ്ങൾക്ക് തോന്നുന്നത് അതായിട്ട് ചിന്തിച്ച് വെച്ച് കൃത്യമായിട്ട് ഓർത്ത് വെക്കുക. ദെൻ അടുത്തത് റീടെന്റിവിറ്റി ഓർ റെമനൻസ് പറഞ്ഞു. എന്താ റീടെന്റിവിറ്റി ഓർ റെമനൻസ് എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് സസ്റ്റൈനിങ് ഓഫ് ഇന്റൻസിറ്റി ഓഫ് മാഗ്നറ്റൈസേഷൻ ആഫ്റ്റർ ദ റിമൂവൽ ഓഫ് എച്ച്. എന്താ കോസിവിറ്റി എന്ന് പറയുന്നത്? കോസിവിറ്റി ഈസ് ദ എമൗണ്ട് ഓഫ് റിവേഴ്സ് മാഗ്നറ്റൈസിംഗ് ഫോഴ്സ് അറ്റ് വിച്ച് intensity of magnetization is 0. At the hysteresis is the lagging of I behind H. അടുത്തത് പറയുന്നത് ടൈപ്സ് ഓഫ് മാഗ്നറ്റ് ആണ്. ടൈപ്സ് ഓഫ് മാഗ്നറ്റ്, ടൈപ്സ് ഓഫ് മാഗ്നറ്റ്. ടൈപ്സ് ഓഫ് മാഗ്നറ്റിൽ ഫസ്റ്റ് പറയുന്നത് പെർമനന്റ് മാഗ്നറ്റ് ആണ്. പെർമനന്റ് മാഗ്നറ്റ്, permanent magnet, permanent magnet. പെർമനന്റ് മാഗ്നറ്റ് എന്ന് പറഞ്ഞാൽ അതിന് 3 പ്രോപ്പർട്ടി ഉണ്ട്. ഒന്നാമത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് പെർമനന്റ്. നിങ്ങൾക്കറിയാം എന്താ പെർമനന്റ് മാഗ്നറ്റ് എന്ന് പറഞ്ഞാൽ? പെർമനന്റ് മാഗ്നറ്റ് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാണ്? മാഗ്നറ്റിക് ഫീൽഡിൽ വെച്ച് കഴിഞ്ഞാൽ അത് മാഗ്നറ്റൈസ് ചെയ്യും. പിന്നെ ആ മാഗ്നറ്റിക് ഫീൽഡിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ മാഗ്നറ്റിക് പ്രോപ്പർട്ടി എന്ത് ചെയ്യൂല, അതിൽ നിന്ന് നഷ്ടപ്പെടില്ല. അതിൽ എപ്പോഴും ആ പെർമനൻ്റ് ആയിട്ടുള്ള മാഗ്നറ്റിക് ഫീൽഡ് അത് കാണിക്കും. അങ്ങനത്തെ മെറ്റീരിയലിനെ മാഗ്നറ്റിനെയാണെന്ന് പറയുന്നത് പെർമനന്റ് മാഗ്നറ്റ് എന്ന് പറയുന്നത്. വെൻ ദ മാഗ്നറ്റിക് മെറ്റീരിയൽ ഈസ് പ്ലേസ്ഡ് ഇൻ ദ മാഗ്നറ്റിക് ഫീൽഡ് ഇറ്റ് ഇൻഡ്യൂസസ് ദ മാഗ്നറ്റിക് ഫീൽഡ് അല്ലെങ്കിൽ മാഗ്നറ്റിക് പ്രോപ്പർട്ടി ആഫ്റ്റർ ദ റിമൂവൽ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ദാറ്റ് സസ്റ്റെയിൻ ദാറ്റ് മാഗ്നറ്റിക് പ്രോപ്പർട്ടി. ദാറ്റ് മെറ്റീരിയൽ ഈസ് കോൾഡ് പെർമനന്റ് മാഗ്നറ്റിക് മെറ്റീരിയൽസ്. സോ നമുക്കത് നിങ്ങൾക്ക് അറിയാം പെർമനന്റ് മാഗ്നറ്റ് എന്താണെന്നുള്ളത്. സോ പെർമനന്റ് മാഗ്നറ്റ് ഹാവിങ് ഹൈ പെർമിയബിലിറ്റി. പെർമിയബിലിറ്റി എന്താ നിങ്ങൾക്ക് അറിയാം? ഹൈ പെർമിയബിലിറ്റി, അതായത് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിന് പാസ് ചെയ്യാനുള്ള കഴിവ് കൂടുതലായിരിക്കും. ഹൈ പെർമിയബിലിറ്റി. രണ്ടാമത്തേത് ഹാവിങ് ഹൈ retentivity, having high retentivity, having high retentivity. രണ്ടാമത്തെ പ്രോപ്പർട്ടി പറഞ്ഞു. മൂന്നാമത്തേത് having high coercivity. മൂന്നാമത്തെ പ്രോപ്പർട്ടി പറഞ്ഞു having high coercivity. അപ്പൊ 3 പ്രോപ്പർട്ടിയാണ് പറഞ്ഞത്. ഏതൊക്കെയാ 3 having high permeability, having high retentivity, having high coercivity. ഏതൊക്കെയാ പെർമനന്റ് മാഗ്നറ്റിന്റെ 3 പ്രോപ്പർട്ടീസ്? having high permeability, having high retentivity, having high coercivity. സാധാരണയായിട്ട് സ്റ്റീൽ ഓർ അൽനിക്കോ എന്ന് പറയുന്നത് ഒരു അലോയ് ആണ്. സോ സ്റ്റീൽ ഓർ അൽനിക്കോ is the material used to make permanent magnet, permanent magnet. അപ്പം എന്താ പറഞ്ഞത്? സ്റ്റീൽ ഓർ അൽനിക്കോ ഈസ് ദ മെറ്റീരിയൽ യൂസ്ഡ് ടു മേക്ക് പെർമനന്റ് മാഗ്നറ്റ്. സാധാരണയായിട്ട് സ്റ്റീലോ അൽനിക്കോ ആണ് പെർമനന്റ് മാഗ്നറ്റ് ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ. അപ്പം എന്താ പെർമനന്റ് മാഗ്നറ്റ് എന്ന് പറയുന്നത്? പെർമനന്റ് മാഗ്നറ്റ് ആർ ദ മെറ്റീരിയൽ ഹാവിംഗ് high permeability, high retentivity, high coercivity. Steel is the material having used to make a permanent magnet.
രണ്ടാമത്തെ ടൈപ്പ് മാഗ്നറ്റ് എന്ന് പറയുന്നത് ഇലക്ട്രോ മാഗ്നറ്റ് ആണ്. ഇലക്ട്രോ മാഗ്നറ്റിന് രണ്ട് പ്രോപ്പർട്ടീസ് ഉണ്ട്. അതിൽ ഒന്നാമത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഹാവിങ് ഹൈ പെർമിയബിലിറ്റി. രണ്ടാമത്തേത് ഹാവിങ് ലോ കോസിവിറ്റി. രണ്ട് പ്രോപ്പർട്ടീസ് പറഞ്ഞു. ഏതൊക്കെയാ? ഹാവിങ് ഹൈ പെർമിയബിലിറ്റിയും ഹാവിങ് ലോ കോസിവിറ്റിയും. സാധാരണയായിട്ട് സോഫ്റ്റ് അയൺ ഈസ് ദ മെറ്റീരിയൽ used to make electromagnet. അപ്പൊ എന്തൊക്കെയാ ഇലക്ട്രോമാഗ്നറ്റിന്റെ പ്രോപ്പർട്ടീസ് പറഞ്ഞത്? ഹാവിങ് ഹൈ പെർമിയബിലിറ്റി, ഹാവിങ് ലോ കോസിവിറ്റി. Then soft iron is the material used to make electromagnet. അപ്പം നമ്മൾ എന്തൊക്കെയാ പറഞ്ഞ? ഹിസ്റ്ററിസിസ് പറഞ്ഞു. ഹിസ്റ്ററിസിസിലെ രണ്ട് പോയിന്റ്സ് റീറ്റൻറ്റിവിറ്റിയും കോസിവിറ്റിയും. ഹിസ്റ്ററിസിസ് എന്താന്ന് പറഞ്ഞു? രണ്ട് ടൈപ്പ് മാഗ്നറ്റ് പറഞ്ഞു, പെർമനന്റ് മാഗ്നറ്റും ഇലക്ട്രോമാഗ്നറ്റും. കുഴപ്പമൊന്നുമില്ലല്ലോ, ഓക്കെ അല്ലേ? നമ്മൾ പറഞ്ഞത് ഈ ചാപ്റ്ററിൻ്റെ അവസാന ഭാഗമായിരുന്നു. ഞാൻ പറഞ്ഞിരുന്നു ഈ ചാപ്റ്റർ തുടങ്ങിയ സമയത്ത് നമ്മൾ പകുതി മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പകുതി മുതൽ ഇമ്പോർട്ടൻ്റ് ആയ പാർട്ട് ലാസ്റ്റ് വരെ കഴിഞ്ഞു. ഇനി ആദ്യം മുതൽ പറയാണ്. മാഗ്നറ്റിസം ആൻഡ് മാറ്റർ എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഫസ്റ്റ് തുടങ്ങുന്നത് പറയുന്നത് എങ്ങനെയാണ് മാഗ്നറ്റിസം എന്ന് പറയുന്ന ഒരു ബ്രാഞ്ച് വന്നത്. മാഗ്നറ്റിസം എന്ന് പറയുന്ന ഒരു ബ്രാഞ്ച് ഇല്ലായിരുന്നു. എങ്ങനെ വരാനുള്ള റീസൺ എന്ന് പറയുന്നത് പഴയ കാലത്ത്, അതായത് ഗ്രീസിൽ വെച്ചാണ് മാഗ്നറ്റിസം എന്ന് പറയുന്ന ബ്രാഞ്ച് വന്നത്. ഗ്രീസിലെ മൈനർ ഏഷ്യ ഡിസ്ട്രിക്റ്റില് ദെൻ മഗ്നീഷ്യ എന്ന് പറയുന്ന ഒരു സ്ഥലത്തുണ്ടായ ഇൻസിഡന്റ് ആണ് മാഗ്നറ്റിസം എന്ന് പറയുന്ന ബ്രാഞ്ച് ഉണ്ടാവാൻ തന്നെ കാരണം. അതായത് മഗ്നീഷ്യ എന്ന് പറയുന്ന സ്ഥലത്തുള്ള ആളുകളുടെ പ്രധാന ജോലി എന്ന് പറയുന്ന ആടുകളെ നോക്കലായിരുന്നു. അങ്ങനെ പണ്ടത്തെ ആളുകളുടെ നിങ്ങൾ വീഡിയോസൊക്കെ കാണുന്ന സമയത്ത് അവരുടെ ചെരുപ്പ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അവരുടെ ചെരുപ്പിൻ്റെ അടിയിലൊക്കെ ലാടൻ അടിക്കുക എന്ന് പറഞ്ഞാൽ ഇരുമ്പ് കൊണ്ടൊരു കവചം കൊടുക്കും. എന്തിനു വേണ്ടിയിട്ടാണ്? അതിന് തേയ്മാനം കുറയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവർ നടന്നു പോകുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു പെർട്ടിക്കുലർ മെറ്റീരിയൽ, അവിടെയുള്ള ഒരു പെർട്ടിക്കുലർ മെറ്റീരിയൽ ഈ ഒരു മെറ്റലിൽ വന്ന് അട്രാക്റ്റ് ചെയ്യുന്നതായിട്ട് അവിടെ ഉള്ള ആടുകളെ നോക്കുന്ന ആളുകൾക്ക് ശ്രദ്ധയിൽപ്പെട്ടു. അവർ ആ ഒരു മെറ്റീരിയലിന്, മഗ്നീഷ്യ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് കിട്ടിയതായത് കൊണ്ട് അവർ ആ ഒരു മെറ്റീരിയലിന് എന്ത് വിളിച്ചു? മാഗ്നറ്റ് എന്ന് വിളിച്ചു. ആ ഒരു പ്രോപ്പർട്ടിക്ക് മാഗ്നറ്റിസം എന്ന് പറഞ്ഞു. അങ്ങനെ കുറേ കാലം മാഗ്നറ്റ് എന്ന് പറയുന്നത് അട്രാക്റ്റീവ് പ്രോപ്പർട്ടിയുള്ള എല്ലാ മെറ്റീരിയലിനും മാഗ്നറ്റ് എന്നും, ആ ഒരു പ്രോപ്പർട്ടിക്ക് എല്ലാത്തിനും മാഗ്നറ്റിസം എന്നും പറഞ്ഞു. എന്നാൽ കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ ചൈനയിലുള്ള കുറച്ച് ആളുകൾ പറഞ്ഞു മാഗ്നറ്റ് എന്ന് പറയുന്നത് അട്രാക്റ്റീവ് പ്രോപ്പർട്ടി കാണിക്കുന്ന മാത്രം മെറ്റീരിയൽ അല്ല. ഒരു മാഗ്നറ്റ് തൂക്കിയിട്ട് കഴിഞ്ഞാൽ അത് നോർത്ത് സൗത്ത് ഡിറക്ഷനിൽ നിൽക്കും. അതുകൊണ്ട് ഡിറക്റ്റീവ് പ്രോപ്പർട്ടി കൂടി കാണിക്കുന്ന മെറ്റീരിയലിനാണ് മാഗ്നറ്റ് എന്ന് പറയാം. അപ്പോൾ അതിനുശേഷം മാഗ്നറ്റ് മോഡിഫൈ ചെയ്തു, which is having both attractive and directive property. അട്രാക്റ്റീവ് പ്രോപ്പർട്ടിയും ഡിറക്റ്റീവ് പ്രോപ്പർട്ടിയും കാണിക്കുന്ന മെറ്റീരിയൽസിനാണ് എന്ത് പറയുന്നത്? മാഗ്നറ്റ് എന്ന് പറയുന്നത്. അങ്ങനെയാണ് മാഗ്നറ്റിസം എന്ന് പറയുന്ന ബ്രാഞ്ച് തുടങ്ങി. പിന്നെ അത് മോഡിഫൈ ചെയ്താണ്. രണ്ട് ടൈപ്പ് മാഗ്നറ്റ് ആണുള്ളത്. ഒന്ന് നമ്മൾ പറഞ്ഞു പ്രോപ്പർട്ടി അനുസരിച്ചല്ല, ദെൻ അത് ഉണ്ടാവുന്നതിനനുസരിച്ച് ആർട്ടിഫിഷ്യൽ മാഗ്നറ്റും, ദെൻ എന്താണ് ആർട്ടിഫിഷ്യൽ മാഗ്നറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കുന്ന, അതായത് മാഗ്നറ്റാണ് ആർട്ടിഫിഷ്യൽ മാഗ്നറ്റ് എന്ന് പറയുന്നത്. ദെൻ സാധാരണ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെയല്ല. ദെൻ അപ്പോൾ ഇവിടെ എന്താണ് നാച്ചുറൽ മാഗ്നറ്റ് എന്ന് പറയുന്നത്
എന്താ നാച്ചുറലുള്ള മാഗ്നറ്റ്, ബാർ മാഗ്നറ്റ് ഒക്കെ ആർട്ടിഫിഷ്യൽ മാഗ്നറ്റ് ആണ്. നാച്ചുറൽ മാഗ്നറ്റിന് ഡിസൈഡ് ഷേപ്പോ നമ്മൾ വിചാരിച്ചൊരു ഷേപ്പോ നമ്മൾ വിചാരിച്ചൊരു സ്ട്രെങ്തോ ഉണ്ടാവില്ല. ഏതിന്? നാച്ചുറൽ മാഗ്നറ്റിന്. എന്നാൽ ആർട്ടിഫിഷ്യൽ മാഗ്നറ്റ് നമ്മൾ വിചാരിച്ച ഷേപ്പിലും ഉണ്ടാക്കാം, നമ്മൾ വിചാരിച്ച നമുക്ക് ആവശ്യമുള്ള ഡിസൈഡ് സ്ട്രെങ്ത്തിലും ഉണ്ടാക്കാൻ പറ്റും. അതാണ് നാച്ചുറൽ മാഗ്നറ്റും ആർട്ടിഫിഷ്യൽ മാഗ്നറ്റ്. ഇതൊന്നും എക്സാമിന് ചോദിക്കില്ല. അടുത്തത് പ്രോപ്പർട്ടീസ് ഓഫ് മാഗ്നറ്റ് ആണ്. ഇത് എക്സാമിന് ചോദിക്കില്ല, എന്നാലും ശ്രദ്ധിച്ചോ. പ്രോപ്പർട്ടീസ് ഓഫ് മാഗ്നറ്റ്, പ്രോപ്പർട്ടീസ് ഓഫ് മാഗ്നറ്റ്. പ്രോപ്പർട്ടീസ് ഓഫ് മാഗ്നറ്റിൽ ഒന്നാമത്തെ പ്രോപ്പർട്ടി ഞാൻ നേരത്തെ പറഞ്ഞു, വിച്ച് ഷോസ് അട്രാക്റ്റീവ് പ്രോപ്പർട്ടി. അതായത് അട്രാക്റ്റീവ് പ്രോപ്പർട്ടി കാണിക്കും. അട്രാക്റ്റീവ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ രണ്ട് തരം അട്രാക്ഷൻ ഉണ്ട് അവിടെ. വിച്ച് അട്രാക്ട് മാഗ്നറ്റിക് മെറ്റീരിയൽ, ഒന്നാമത്തെ അട്രാക്റ്റീവ് പ്രോപ്പർട്ടിയാണ്. വിച്ച് അട്രാക്ട് മാഗ്നറ്റിക് മെറ്റീരിയൽ. മാഗ്നറ്റിക് മെറ്റീരിയലിനെ അത് അട്രാക്ട് ചെയ്യും. പിന്നെ സെയിം പോൾസ് റിപ്പൽസ് ആൻഡ് ഓപ്പോസിറ്റ് പോൾസ് അട്രാക്ട്സ്. ആ രണ്ട് അട്രാക്ഷൻ നിങ്ങൾ ഓർത്ത് വെക്കണം. സെയിം പോൾസ് റിപ്പൽ ചെയ്യും, ഓപ്പോസിറ്റ് പോൾസ് അട്രാക്ട് ചെയ്യും. രണ്ടാമത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഡയറക്റ്റീവ് പ്രോപ്പർട്ടി ആണ്. ഡിറക്ഷൻ കാണിക്കും. ഡിറക്റ്റീവ് പ്രോപ്പർട്ടി ഫ്രീ ആയിട്ട് സസ്പെൻഡ് ചെയ്താൽ അതെന്ത് ചെയ്യും? നോർത്ത് സൗത്ത് ഡിറക്ഷനിൽ അലൈൻ ചെയ്ത് നിൽക്കും. അടുത്തത് ഇൻഡ്യൂസീവ് പ്രോപ്പർട്ടി. ഇൻഡ്യൂസീവ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ അതായത് കുറച്ച് കാലം മാഗ്നറ്റിൻ്റെ, നിങ്ങൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും, ഒരു മാഗ്നറ്റിൽ ഒരു മൊട്ടുസൂചി തൂക്കും, അതിന് താഴെ വേറൊരു മൊട്ടുസൂചി തൂക്കും. അതിൻ്റെ അർത്ഥം എന്താ? ഈ മാഗ്നറ്റുമായി കുറച്ച് സമയം ഈ ഒരു മൊട്ടുസൂചി വെച്ച് കഴിഞ്ഞാൽ അതിന് ആ ഒരു മാഗ്നറ്റിൻ്റെ പ്രോപ്പർട്ടി ഇൻഡ്യൂസ് ചെയ്യും, അറ്റൈൻ ചെയ്യും. ദെൻ കുറച്ച് കാലം ചന്ദനം ചാരിയ ചന്ദനം മണക്കും എന്ന് പറഞ്ഞ പോലെ കുറച്ച് കാലം മാഗ്നറ്റുമായി നമ്മളൊരു കണക്ഷനിൽ വന്നാൽ അതിന് ആ ഒരു പ്രോപ്പർട്ടി കിട്ടും എന്നുള്ളതാണ് ഇൻഡ്യൂസീവ് പ്രോപ്പർട്ടി. അങ്ങനെ 3 പ്രോപ്പർട്ടിയാണുള്ളത്. ഒന്നാമത്തേത് അട്രാക്റ്റീവ് പ്രോപ്പർട്ടി, രണ്ടാമത്തേത് ഡിറക്റ്റീവ് പ്രോപ്പർട്ടി, മൂന്നാമത്തേത് ഇൻഡ്യൂസീവ് പ്രോപ്പർട്ടി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? പ്രോപ്പർട്ടീസ് ഓഫ് മാഗ്നറ്റ് പറഞ്ഞു. അടുത്തത് മോളിക്കുലാർ തിയറി ഓഫ് മാഗ്നറ്റൈസേഷൻ ആണ്. മോളിക്കുലാർ തിയറി ഓഫ് മാഗ്നറ്റൈസേഷൻ. മോളിക്കുലാർ തിയറി ഓഫ് മാഗ്നറ്റൈസേഷൻ. മോളിക്കുലാർ തിയറി ഓഫ് മാഗ്നറ്റൈസേഷൻ. മോളിക്കുലാർ തിയറി ഓഫ് മാഗ്നറ്റൈസേഷനിൽ വെബർ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് ആണ്. വെബർ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് ആണെന്ന് പറഞ്ഞത്. മോളിക്കുലാർ തിയറി ഓഫ് മാഗ്നറ്റൈസേഷൻ. മോളിക്കുലാർ തിയറി ഓഫ് മാഗ്നറ്റൈസേഷനിൽ പറയുന്നത് ബിഫോർ മാഗ്നറ്റൈസേഷൻ magnetic elements are arranged in a irregular manner. അതായത് നമ്മൾ ഒരു മാഗ്നറ്റിക് മെറ്റീരിയൽ എടുത്ത് ഒരു സബ്സ്റ്റൻസ് എടുത്താൽ അതിലുള്ള മാഗ്നറ്റിക് എലമെന്റ്സ് ഒക്കെ ഇറഗുലർ ആയിട്ടായിരിക്കും അറേഞ്ച് ചെയ്തിട്ടുണ്ടാവുക. ഇറഗുലർ ആയിട്ട് എവിടേക്കെങ്കിലൊക്കെ ആയിട്ടാണ് അറേഞ്ച് ചെയ്തിട്ടുണ്ടാവുക. ഇറഗുലർ മാനർ. അപ്പോൾ ബിഫോർ മാഗ്നറ്റൈസേഷൻ മാഗ്നറ്റിക് എലമെന്റ്സ് ആർ അറേഞ്ച്ഡ് ഇൻ എ ഇറഗുലർ മാനർ. എന്താ ഒന്നാമത്തെ മോളിക്കുലാർ തിയറി ഓഫ് മാഗ്നറ്റൈസേഷനിൽ ഫസ്റ്റ് പോയിന്റ് പറഞ്ഞത്? ബിഫോർ മാഗ്നറ്റൈസേഷൻ magnetic elements are arranged in a irregular manner. Magnetic elements are arranged in a irregular manner. After magnetization magnetic elements are arranged in a regular manner. Magnetic elements are arranged in a regular manner. Regular ആയിട്ട് അറേഞ്ച് ചെയ്യും. ഇപ്പോൾ ഒരു മാഗ്നറ്റിക് സബ്സ്റ്റൻസ് എടുത്താൽ മാഗ്നറ്റിക് എലമെന്റ്സ് ഒക്കെ റെഗുലർ ആയിട്ട് അറേഞ്ച് ചെയ്യും. ദെൻ ഈ ഓരോ മാഗ്നറ്റിക് എലമെന്റ്സിനും എന്തുണ്ടായിരിക്കും? നോർത്ത് പൊളാരിറ്റിയും സൗത്ത് പൊളാരിറ്റിയും ഉണ്ടായിരിക്കും. ഇവിടെയുള്ള നോർത്ത് പൊളാരിറ്റിയും സൗത്ത് പൊളാരിറ്റി എന്ത് ചെയ്യും? ന്യൂട്രലൈസ് ചെയ്യും. അതുകൊണ്ടാണ് ഒരു ബാർ മാഗ്നറ്റ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ സെപ്പറേറ്റ് ആയിട്ടുള്ള 2 മാഗ്നറ്റ് ആയിട്ട് മാറുന്നത്. അപ്പോൾ നിങ്ങൾക്ക് തോന്നാം ഈ ഒരു മാഗ്നറ്റിക് എലമെന്റ്സിന്റെ സെന്റർ കൂടെ കട്ട് ചെയ്തൂടെ?
നമ്മൾ പറഞ്ഞു മാഗ്നറ്റിക് എലമെൻറ്റ്സ് എന്ന് പറയുന്നത് വളരെ മൈന്യൂട്ടാണ്, അപ്പോൾ ആറ്റം പോലെയാണ് എന്ന് പറഞ്ഞു. ആറ്റത്തെ ഡിവൈഡ് നമുക്ക് മെക്കാനിക്കലി ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ മാഗ്നറ്റിക് എലമെൻസിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, മെക്കാനിക്കലി ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ ഇവിടെ ഡിവൈഡ് ചെയ്താൽ 2 മാഗ്നറ്റ് ആവും. ഇവിടെ നോർത്ത് പൊളാരിറ്റിയും സൗത്ത് പൊളാരിറ്റിയും കൃത്യമായിട്ട് കിട്ടുകയും ചെയ്യും, കാരണം ഇങ്ങനെ അറേഞ്ച് ചെയ്യുന്നത് കൊണ്ടാണ്. അപ്പോൾ രണ്ടാമത്തെ പോയിന്റ് പറഞ്ഞു, ആഫ്റ്റർ മാഗ്നറ്റൈസേഷൻ magnetic elements are arranged in a regular manner. After magnetization, magnetic elements are arranged in a regular manner. അടുത്തത് പറയുന്നത് rough usage and heating affect the regularity and thus decrease in the magnetic property. Rough usage and heating affect the regularity and thus decrease in the magnetic property. അപ്പോൾ നമ്മൾ എന്തൊക്കെയാ പറഞ്ഞത്? 3 molecular theory of magnetization. Before magnetization, magnetic elements are arranged in a irregular manner. Then after magnetization, magnetic elements are arranged in a regular manner. Rough usage and heating affect the regularity, thus decrease in the magnetic property. ഓർത്ത് വെച്ചാൽ മതി. അടുത്തത് പറയുന്നത് ഇൻവേഴ്സ് സ്ക്വയർ ലോ ഇൻ മാഗ്നറ്റിസം. 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 ഇൻവേഴ്സ് സ്ക്വയർ ലോ എന്ന് പറയുന്നത് നിങ്ങൾ കൂളംസ് ലോ ഇൻ ഇലക്ട്രോസ്റ്റാറ്റിക്സിന് അല്ലെങ്കിൽ കൂളംസ് ലോ ഇൻ മാഗ്നറ്റിസം എന്നും പറയാറുണ്ട്. ഇതിന് ഇൻവേഴ്സ് സ്ക്വയർ ലോ ഇൻ മാഗ്നറ്റിസം അല്ലെങ്കിൽ കൂളംസ് ലോ ഇൻ മാഗ്നറ്റിസം എന്ന് പറയും. അതായത് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഓർ റിപ്പൾഷൻ ബിറ്റ്വീൻ 2 പോൾസ്. ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഓർ റിപ്പൾഷൻ between 2 poles is directly proportional to the product of their pole strength. Directly proportional to their product of their pole strength and inversely proportional to the length square of length between distance between 2 poles. സാധാരണ ബാർ മാഗ്നറ്റിന്റെ കേസിൽ then ഒരു നോർത്ത് പൊളാരിറ്റിയും സൗത്ത് പൊളാരിറ്റിയും തമ്മിലുള്ള ഡിസ്റ്റൻസ് എപ്പോഴും 2l ആയിട്ടാണ് എടുക്കാറ്. ഓക്കെ, അതുകൊണ്ടാണ് ഇവിടെ നോർത്ത് പൊളാരിറ്റിയും സൗത്ത് പൊളാരിറ്റിയും തമ്മിലുള്ള ഡിസ്റ്റൻസ് അതായത് 2l ആയിട്ട് എടുത്തേക്കുന്നത്. കുഴപ്പം ഇല്ല എന്ന് വിചാരിക്കുന്നു. ദെൻ ഒരു ബാർ മാഗ്നറ്റിന് 2 എണ്ണം ഉണ്ട്, അതായത് മെക്കാനിക്കൽ ലെങ്ത്തും ഉണ്ട്, ജിയോമെട്രിക്കൽ ലെങ്ത്തും ഉണ്ട്, ദെൻ പോളാർ ലെങ്ത്തും ഉണ്ട്. 2 പോൾസ് തമ്മിലുള്ള ലെങ്ത് ഉണ്ട്. ദെൻ ജിയോമെട്രി, മാഗ്നറ്റിന്റെ മൊത്തം ലെങ്ത് ആണ് ജിയോമെട്രിക് ലെങ്ത് എന്ന് പറയുന്നത്. ദെൻ അപ്പോൾ ഇവിടെ സാധാരണ 2 പോൾസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് 2l ആണ് ലെങ്ത് എടുക്കാറ്. സോ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഓർ റിപ്പൾഷൻ ബിറ്റ്വീൻ 2 പോൾസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ പ്രോഡക്റ്റ് ഓഫ് ദെയർ പോൾ സ്ട്രെങ്ത്. പോൾ സ്ട്രെങ്ത് M1 M2 കൊടുക്കണം എന്നില്ല, രണ്ടും സെയിം ആയിരിക്കും. M എന്ന് കൊടുത്താലും മതി. സോ ഞാൻ ഫസ്റ്റത്തെ നോർത്ത് പൊളാരിറ്റി ആയതുകൊണ്ട് M1, സൗത്ത് പൊളാരിറ്റി ആയതുകൊണ്ട് M2. സോ F is equal to μ0 divided by 4 pi M1 M2 divided by 2l whole square. സോ ഇതാണ് ഇൻവേഴ്സ് സ്ക്വയർ ലോ എന്ന് പറയുന്നത്. സോ കൂളംസ് ലോക്ക് സമാനമായിട്ടുള്ള ഇലക്ട്രോസ്റ്റാറ്റിക്സിന് സമാനമായിട്ടുള്ള കൂളംസ് ലോ ഇൻ മാഗ്നറ്റിസം. F is equal to μ0 divided by 4 pi M1 M2 divided by 2l whole square. അടുത്തത് പറയുന്നത് ഫോഴ്സ് ആക്ടിംഗ് ഓൺ ദ വൺ ഓഫ് ദ പോൾ. Force acting on the one of the pole. Force acting on the one of the pole. Placed in the magnetic field. Placed in the magnetic field
ഒന്നെങ്കിൽ നോർത്ത് പോള് അല്ലെങ്കിൽ സൗത്ത് പോള്. ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ വെച്ചാൽ ഒരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും. ആ ഫോഴ്സ് കാണാനുള്ള ഇക്വേഷൻ ആണ് എഫ് സീക്വൽ ടു എം ബി നിങ്ങൾ പഠിച്ചത് ഓർമ്മയുണ്ടാവും ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ എഫ് സീക്വൽ ടു ക്യു ഇ പഠിച്ചത് ഓർമ്മയില്ലേ? എഫ് സീക്വൽ ടു ക്യു ഇ. അതിന് സമാനമായിട്ടുള്ള ഇവിടെ ചാർജിന് പകരം പൂൾ സ്ട്രെങ്ത് ആണ്, ദെൻ ഇലക്ട്രിക് ഫീൽഡ് സ്ട്രെങ്ത്തിന് പകരം മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത് ആണെന്ന് മാത്രം. സോ ഫോഴ്സ് ആക്ടിംഗ് ഓൺ ദ വൺ ഓഫ് ദ പോൾ പ്ലേസ്ഡ് ഇൻ ദ മാഗ്നറ്റിക് ഫീൽഡ് എഫ് is equal to mb. Force acting on the one of the pole placed in the magnetic field F is equal to mb. അടുത്തത് പറയുന്നത് magnitude of magnetic field strength on the axial line due to a bar magnet. ഞാനൊരു ബാർ മാഗ്നറ്റ് എടുക്കാം. ഇതാണ് ഒരു ബാർ മാഗ്നറ്റ്, നോർത്ത് സൗത്ത്. ദെൻ ഇതിൻ്റെ ലെങ്ത് 2L ആണ്. ഈ ആക്സിയൽ ലൈനിൽ 6 ഡിസ്റ്റൻസ് അപ്പുറത്തൊരു പോയിന്റ് ആണ് P. 6 ഡിസ്റ്റൻസ് അപ്പുറത്തുള്ള ഒരു പോയിന്റിലുള്ള മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത് കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് B is equal to μ0 divided by 4 2m മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് ആണ് r ക്യൂബ്. B is equal to ഇതിൻ്റെ ഡെറിവേഷൻ നമുക്ക് ബോർഡ് എക്സാമിന് പഠിക്കാനില്ല. ദെൻ പഴയ ടെക്സ്റ്റിലൊക്കെ അതിൻ്റെ ഡെറിവേഷൻ എന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്. ഇപ്പോൾ നമുക്കത് പഠിക്കാനുള്ള B is equal to μ0 divided by 4 2m by r cube. Magnitude of magnetic field strength on the axial line due to a bar magnet B is equal to μ0 divided by 4 2m by r cube. അടുത്തത് magnitude of magnetic field on the equatorial line due to a bar magnet ഞാനിവിടെ ഒരു ബാർ മാഗ്നറ്റ് കൺസിഡർ ചെയ്യാണ്. നോർത്ത് സൗത്ത് ഉള്ള ഒരു ബാർ മാഗ്നറ്റ്. അതിൻ്റെ ഇക്വറ്റോറിയൽ ലൈനിൽ 6 ഡിസ്റ്റൻസ് അപ്പുറത്താണ് P എന്ന് പറയുന്ന പോയിന്റ്. ആ പോയിന്റിലുള്ള മാഗ്നറ്റിക് ഫീൽഡ് കാണാനുള്ള ഇക്വേഷൻ B is equal to μ0 divided by 4 m by r cube. എന്താ വരുന്നത്? B is equal to μ0 divided by 4 m by r cube. ഒന്നും കൂടി പറയാം. B is equal to μ0 divided by 4 m by r cube. ഈ രണ്ട് ഇക്വേഷനും നിർബന്ധമായിട്ട് പഠിക്കണം. എക്സാമിന് പ്രോബ്ലം ചോദിക്കും, ഡയറക്റ്റ് ആയിട്ട് തന്നെ ചോദിക്കും. അപ്പം നമ്മൾ എന്തൊക്കെയാ ലാസ്റ്റത്തെ 3 പോയിന്റ് പറഞ്ഞത്? ഫോഴ്സ് ആക്ടിംഗ് ഓൺ ദ വൺ ഓഫ് ദ പോൾ പ്ലേസ്ഡ് ഇൻ ദ മാഗ്നറ്റിക് ഫീൽഡ് F is equal to mb. അടുത്തത് magnitude of magnetic field strength on the axial line due to a bar magnet B is equal to μ0 divided by 4 2m by r cube. Magnitude of magnetic field on the equatorial line due to a bar magnet B is equal to μ0 divided by 4 m by r cube. കുഴപ്പമൊന്നുമില്ല എന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ എടുത്തതിൽ നിന്ന് നിങ്ങൾ ഈ 3 ഇക്വേഷൻസ് നിർബന്ധമായിട്ട് ഓർത്തു വെക്കണം. അത്യാവശ്യമാണ്, എക്സാമിന് ചോദിക്കും. ഓക്കെ, നെക്സ്റ്റ് പാർട്ട് പറയുന്നത് ടോർക്ക് ആക്ടിംഗ് ഓൺ ദ ബാർ മാഗ്നറ്റ് പ്ലേസ്ഡ് ഇൻ ദ മാഗ്നറ്റിക് ഫീൽഡ്. അതിനു വേണ്ടിയിട്ട് ഞാനൊരു യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് കൺസിഡർ ചെയ്യാം. ഇതാണ് യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് കൺസിഡർ ചെയ്തു. ആ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡിൽ എന്ത് ചെയ്യാണ്? ഒരു ബാർ മാഗ്നറ്റ് തീറ്റ ആംഗിളിൽ അലൈൻ ചെയ്ത് നിൽക്കുകയാണ്. അതായത് നോർത്ത് സൗത്ത് ഇവ തമ്മിൽ. അപ്പം ലെങ്ത് ഓഫ് ദ ബാർ മാഗ്നറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും?
2L ആയിരിക്കും ലെങ്ത് ഓഫ് ദ ബാർ മാഗ്നറ്റ്. Then so when a bar magnet is placed at an angle theta with the direction of magnetic field, theta with the direction of magnetic field, ഇതിൽ നിന്നും നമുക്ക് പറയാം ഫസ്റ്റ് ഫോഴ്സ് ആക്ടിംഗ് ഓൺ ദ നോർത്ത് പോൾ, ഫോഴ്സ് ആക്ടിംഗ് ഓൺ ദ നോർത്ത് പോൾ, ഫോഴ്സ് ആക്ടിംഗ് ഓൺ ദ നോർത്ത് പോൾ placed in the magnetic field, placed in the magnetic field, placed in the magnetic field, Fn നോർത്ത് പോൾ ആയതുകൊണ്ട് ഞാൻ Fn is equal to Mb, തൊട്ട് മുന്നേ പറഞ്ഞിരുന്നു Fn is equal to Mb in the direction of magnetic field, in the direction of magnetic field. എന്താ പറഞ്ഞത്? ഫോഴ്സ് ആക്ടിംഗ് ഓൺ ദ നോർത്ത് പോൾ Fn is equal to Mb in the direction of magnetic field. Fn is equal to Mb in the direction of magnetic field. Fn is equal to Mb in the direction of magnetic field. അടുത്തത് ഫോഴ്സ് ആക്ടിംഗ് ഓൺ ദ സൗത്ത് പോൾ, ഫോഴ്സ് ആക്ടിംഗ് ഓൺ ദ സൗത്ത് പോൾ, ഫോഴ്സ് ആക്ടിംഗ് ഓൺ ദ സൗത്ത് പോൾ placed in the magnetic field, placed in the magnetic field, Fs is equal to Mb. അതേ മാഗ്നിറ്റ്യൂഡ് തന്നെയാണ്, Fs is equal to Mb, but opposite to the direction of magnetic field, opposite to the direction of magnetic field, opposite to the direction of magnetic field. Fs is equal to Mb, Fs is equal to Mb opposite to the direction of magnetic field. ഇവിടെ നോക്കിക്കേ, ടു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഹാവിങ് ഡിഫറെന്റ് ലൈൻ ഓഫ് ആക്ഷൻ. ഒന്നാമത്തത് ഈ ഒരു ലൈനിലാണ് ആക്ട് ചെയ്യുന്നത്, രണ്ടാമത്തെ ഈ ഒരു ലൈനിലാണ് ആക്ട് ചെയ്യുന്നത്. ടു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സ് ഹാവിങ് ഡിഫറെന്റ് ലൈൻ ഓഫ് ആക്ഷൻ produces a couple, couple produces a rotating effect. എന്താ പറഞ്ഞത്? ടു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സ് ഹാവിങ് ഡിഫറെന്റ് ലൈൻ ഓഫ് ആക്ഷൻ produces a couple, couple produces a rotating effect. So force is converted into torque. ഇവിടെയുള്ള ഫോഴ്സ് എന്തായിട്ട് മാറും? ടോർക്ക് ആയിട്ട് മാറും. ടോർക്ക് കാണാനുള്ള ഇക്വേഷൻ നിങ്ങൾക്കറിയാം. ടോർക്ക് is equal to ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്, ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇങ്ങോട്ടുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് കാണണം, പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് കാണണം. ഞാൻ ഈ ഒരു ട്രയാങ്കിളിന് പേര് കൊടുത്തു, then PQR എന്ന് പേര് കൊടുത്തു. From triangle PQR എന്താ? സൈൻ തീറ്റ, ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. QR ഡിവൈഡഡ് ബൈ PR ആണ്, QR ഡിവൈഡഡ് ബൈ PR. സോ QR is equal to PR sin theta, PR sin theta is equal to 2L sin theta, PR is equal to 2L sin theta. അതാണ് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഇവിടെ ഫോഴ്സ് എന്ന് പറയുന്നത് Mb ആണ്, Mb ഇൻറ്റു 2L sin theta, Mb ഇൻറ്റു 2L sin theta. M pole strength into length of the bar magnet, pole strength into length of the bar magnet നമ്മൾ പഠിച്ചതാണ് മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ്. സോ ക്യാപിറ്റൽ ലെറ്റർ Mb sin theta. സോ സ്മോൾ ലെറ്റർ M ഇൻറ്റു 2L എന്ന് പറയുന്നത് ക്യാപിറ്റൽ ലെറ്റർ M ആണ്. അതായത് മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് ക്യാപിറ്റൽ ലെറ്റർ Mb sin theta. സോ ടോ ഈസ് ഈക്വൽ ടു M cross B, tau is equal to M cross B, tau is equal to M cross B. tau എന്ന് പറയുന്നത് എന്ത് കിട്ടി? M cross B എന്ന് കിട്ടി. So by the action of torque, 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 bar magnet align, bar magnet align in the direction of magnetic field, bar magnet align
in the direction of magnetic field, bar magnet align in the direction of magnetic field. So mb sin theta tau is equal to m cross p. അപ്പോൾ അവിടെയുള്ള ടോർക്ക് കൊണ്ട് ബൈ ദ ആക്ഷൻ ഓഫ് ടോർക്ക്, ഈ ഒരു ബാർ മാഗ്നറ്റിലെ ടോർക്ക് ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ ബാർ മാഗ്നറ്റ് അലൈൻ ഇൻ ദ ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. അപ്പോൾ ഇവിടുന്നാണ് നമ്മൾ തുടങ്ങിയത്. ഫോഴ്സ് ആക്ടിങ് ഓൺ ദ നോർത്ത് പോൾ പ്ലേസ്ഡ് ഇൻ ദ മാഗ്നറ്റിക് ഫീൽഡ് Fn is equal to mb in the direction of magnetic field. Force acting on the south pole Fs is equal to mb opposite to the direction of magnetic field. Then two equal and opposite force having different line of action produces a couple. Couple produces a rotating effect. So force എന്തായിട്ട് മാറി? ടോർക്ക് ആയിട്ട് മാറി. ടോർക്ക് is equal to force into perpendicular distance. ഇവിടെ mb എന്ന് പറയുന്നത് ഇവിടെ ഫോഴ്സ് ആണ്, രണ്ട് ഫോഴ്സ് ഈക്വൽ ആണ്. പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഇവിടുന്ന് കിട്ടി 2l sin theta. m into 2l എന്ന് പറയുന്നത് ക്യാപിറ്റൽ ലെറ്റർ m ആണ്. So tau is equal to m cross p. By the action of torque, bar magnet align in the direction of magnetic field. Then ഈ ഡെറിവേഷൻ ഇതുവരെ ചോദിച്ചിട്ടില്ല, ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇത് നിങ്ങൾ ഏതിലും കൂടി പഠിക്കുന്നതാണ്. ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ പഠിച്ചതിന് സമാനമായിട്ടുള്ള ഇക്വേഷൻ ആണ്. അതേ ഡെറിവേഷൻ തന്നെയാണ്, ഒരു മാറ്റവും